നമസ്കാരം. നേരറിയാൻ ദേശാഭിമാനിയിലേക്ക് സ്വാഗതം. ദേശാഭിമാനി 2025 മെയ് 5 തിങ്കൾ. പാകിസ്ഥാനിലേക്കുള്ള വെള്ളം തടഞ്ഞു. അതിർത്തി സംഘർഷഭരിതം. ചെനാബ് നദിയിലെ ബഗ്ലിഹർ അണക്കെട്ടിന്റെ ഷട്ടർ താഴ്ത്തി. ഝലം നദിയിലെ കിഷൻഗംഗ അണക്കെട്ടിന്റെ ഷട്ടറും താഴ്ത്തും. 260 കോടിയുടെ റഷ്യൻ മിസൈലുകൾ ഇന്ത്യയിലെത്തി. സുരക്ഷാ വീഴ്ച അന്വേഷിക്കണം CPIM. കാശ്മീരികൾക്കും മുസ്ലിങ്ങൾക്കും എതിരായ തീവ്ര വിദ്വേഷ പ്രചാരണം ജനങ്ങളെ ഭിന്നിപ്പിക്കുക എന്ന ഭീകരരുടെ ലക്ഷ്യത്തെ സഹായിക്കുന്നത്. CPIM പ്രതിനിധി സംഘം 12 കാശ്മീരിലെത്തും. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്നുള്ള നടപടികളുടെ ഭാഗമായി പാകിസ്ഥാനിലേക്കുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് നിയന്ത്രിച്ച് ഇന്ത്യ. ചെനാബ് നദിയിലെ ബഗ്ലിഹർ അണക്കെട്ടിന്റെ ഷട്ടർ താഴ്ത്തിയാണ് പാകിസ്ഥാനിലേക്കുള്ള നീരൊഴുക്ക് കുറച്ചത്. പഹൽഗാം ഭീകരാക്രമണത്തിന് കാരണമായ ഗുരുതര സുരക്ഷാ വീഴ്ച അന്വേഷിച്ച് ഉത്തരവാദികളെ കണ്ടെത്തണമെന്നും ഉചിതമായ തിരുത്തൽ നടപടികൾ സ്വീകരിക്കണമെന്നും CPIM പോളിറ്റ് ബ്യൂറോ ആവശ്യപ്പെട്ടു. കൊലപാതകികളെ എത്രയും വേഗം കണ്ടെത്തി ശിക്ഷിക്കണം. ഭീകരാക്രമണത്തെ അപലപിച്ച് കാശ്മീരിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി രംഗത്തെത്തിയിരുന്നു. തൊടാനാകില്ലെന്ന് സുധാകരൻ. കോൺഗ്രസിൽ യുദ്ധകാഹളം. KPCC പ്രസിഡന്റിനെ മാറ്റാൻ ഒരു വിഭാഗം ഹൈക്കമാൻഡിന് ആശങ്ക. സുധാകരനെ പിന്തുണച്ച് മുരളീധരൻ, ചെന്നിത്തല, തരൂർ. എനിക്ക് ശാരീരിക പ്രയാസമാണെന്ന് ചിലർ പറയുന്നു. അത് ഞാനല്ലേ പറയേണ്ടത്? മരുന്നില്ലാത്ത രോഗം ഉണ്ടോ? ഞാൻ കഴിവില്ലാത്തവനും വിവരമില്ലാത്തവനുമല്ല. രോഗമുണ്ടെങ്കിൽ ചികിത്സ തേടും. എന്നെ രോഗിയായി ചിത്രീകരിച്ച് മൂലയ്ക്കിരുത്താൻ ശ്രമിക്കുന്നവർ സ്വയം വഷളാവുകയുള്ളൂ. ആന്റോയ്ക്കും സണ്ണിക്കുമെതിരെ പോസ്റ്റർ. അച്ഛൻ്റെ വഴിയെ ജീവനൊടുക്കേണ്ടി വരും. അച്ഛൻ്റെ വഴിയെ ജീവനൊടുക്കേണ്ടി വരും. പൊട്ടിത്തെറിച്ച് NM വിജയൻ്റെ കുടുംബം. അച്ഛൻ്റെ വഴിയെ ജീവനെടുക്കേണ്ടി വരുമെന്ന് കോൺഗ്രസിൻ്റെ വഞ്ചനയ്ക്കിരയായി ആത്മഹത്യ ചെയ്ത വയനാട് DCC മുൻ ട്രഷറർ NM വിജയൻ്റെ കുടുംബം. കോൺഗ്രസ് നേതാക്കൾ വഞ്ചിച്ചെന്നും തങ്ങൾ തെരുവിൽ അലയേണ്ടി വരുമെന്നും മകൻ വിജേഷും മരുമകൻ പത്മജയും മാധ്യമങ്ങളോട് പറഞ്ഞു. കോൺഗ്രസ് നേതാക്കളുടെ കോഴ ഇടപാടിൽ കുരുങ്ങി NM വിജയനും ഇളയ മകനും കഴിഞ്ഞ ഡിസംബറിലാണ് ജീവനെടുക്കിയത്. അവർ അച്ഛനോട് ചെയ്തത് ഇപ്പോൾ കുടുംബത്തോട് ചെയ്യുന്നു. കോൺഗ്രസ് നേതാക്കൾ ഉണ്ടാക്കിയ ബാധ്യതയാണ് അച്ഛൻ്റേത്. പണം കൊടുക്കാനുള്ളവർ വീട്ടിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ അവരുടെ സ്വഭാവം മാറി ഭീഷണിയാണ്. അച്ഛനോട് പാർട്ടി ചെയ്തത് ഇപ്പോൾ കുടുംബത്തോടും ചെയ്യുകയാണ്. ചാണ്ടി ഉമ്മൻ വിവാദത്തിൽ. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ പരിപാടിക്ക് RSS ഗവർണർ. പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ പരിപാടിക്ക് ഉദ്ഘാടകനായി RSSകാരനായ മഹാരാഷ്ട്ര ഗവർണറെ കൊണ്ടുവന്നത് കോൺഗ്രസിനുള്ളിൽ പുതിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തി. ചാണ്ടി ഉമ്മൻ MLAയുടെ നേതൃത്വത്തിലുള്ള ഫൗണ്ടേഷൻ ആരംഭിച്ച ഫുട്ബോൾ പരിശീലന പദ്ധതിയാണ് ഞായറാഴ്ച ഡോൺ ബോസ്കോ സ്കൂളിൽ മഹാരാഷ്ട്ര ഗവർണർ CP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തത്. പരിപാടിയെക്കുറിച്ച് അറിഞ്ഞില്ലെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രതികരിച്ചു. ദേശാഭിമാനി എഡിറ്റോറിയൽ. വിദ്യാഭ്യാസ ഫണ്ട് തടഞ്ഞ് കേന്ദ്രത്തിന്റെ രാഷ്ട്രീയ കളി. വിദ്യാഭ്യാസത്തെ കാവ്യവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ രൂപം നൽകിയ 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തോടും അതിനനുസൃതമായി ആവിഷ്കരിച്ച PM ശ്രീ പ്രൈം മിനിസ്റ്റർ സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ പദ്ധതിയോടും വിയോജിപ്പ് സ്വാഭാവികമാണ്. വിയോജിക്കാൻ സംസ്ഥാനങ്ങൾക്ക് അവകാശമുണ്ട്. എന്നാൽ അതിൻ്റെ പേരിൽ കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്കുള്ള ഫണ്ട്
നൽകാതിരിക്കുന്ന കേന്ദ്ര നടപടി രാഷ്ട്രീയ പ്രേരിതവും ഭരണഘടനാ വിരുദ്ധവുമാണ്. സമഗ്ര ശിക്ഷാ പദ്ധതിയുടെ വിഹിതമായി കേരളത്തിന് നൽകേണ്ട 15,527 കോടി രൂപയാണ് കേന്ദ്രം തടഞ്ഞു വച്ചിരിക്കുന്നത്. PM ശ്രീ പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ഒപ്പുവയ്ക്കാമെന്ന് ഉറപ്പു നൽകിയാലേ ഫണ്ട് കുടിശ്ശിക അനുവദിക്കൂ എന്ന നിലപാടാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം. സംഘപരിവാർ രാഷ്ട്രീയത്തിന് വിദ്യാഭ്യാസത്തെയും തീരെഴുതാൻ സംസ്ഥാനങ്ങൾക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുകയാണ് കേന്ദ്രം ചെയ്യുന്നത്. രാജ്യത്തിൻ്റെ സമസ്ത മേഖലകളെയും ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് അടിയറ വയ്ക്കാനുള്ള ദ്രുതഗതിയിലുള്ള നീക്കത്തിലാണ് കേന്ദ്ര സർക്കാരും അതിനെ നിയന്ത്രിക്കുന്ന സംഘപരിവാറും. അതിനായി ഏത് മാർഗവും സ്വീകരിക്കുന്നു. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസത്തിൻ്റെയും അതിനെ ആശ്രയിക്കുന്ന ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി അപകടത്തിലാക്കാനും അവർ മടിക്കില്ല എന്നതാണ് ഫണ്ട് വിലക്കിലൂടെ വ്യക്തമാക്കുന്നത്. ലോകത്തിൻ്റെ പ്രകാശധാര. കാൾ മാർക്സിൻ്റെ 207ാം ജന്മവാർഷികം ഇന്ന്. മാർക്സ് സാമ്പത്തിക ശാസ്ത്രജ്ഞനും രാഷ്ട്രീയ ചിന്തകനും മാത്രമായിരുന്നില്ല. വിപ്ലവാത്മകമായ തത്വശാസ്ത്രവും അദ്ദേഹം മുന്നോട്ട് വച്ചു. ഭൗതികവാദവും വൈരുദ്ധ്യാത്മക രീതിയും ചേർന്നുള്ള ഈ തത്വശാസ്ത്രം സിദ്ധാന്തത്തെയും പ്രയോഗത്തെയും ശക്തമായി കൂട്ടിയിണക്കുകയും മാറ്റത്തിന് വഴി തെളിക്കുകയും ചെയ്തു. മാസം 3 ലക്ഷം വരെ കൈക്കൂലി. സ്വപ്നയുടെ കസ്റ്റഡി അപേക്ഷ ഇന്ന് പരിഗണിക്കും. കണ്ണൂർ ഒരു ADMൻ്റെ കൈക്കൂലിയെക്കുറിച്ച് സംസാരിച്ചതിന് എന്തെല്ലാമായിരുന്നു PP ദിവ്യ എന്ന ആ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ ആക്ഷേപിച്ചത്. അദ്ദേഹം ആത്മഹത്യ ചെയ്തത് അവരുടെ പ്രസംഗം കൊണ്ടാണെന്ന് വരെ പറഞ്ഞ് ആ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യയെ എത്രമാത്രം വേട്ടയാടിയ പത്രങ്ങളും പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും എല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ലഹരി പോലെ തുടച്ചു നീക്കാൻ പറ്റാതെ ഇപ്പോഴും കൈക്കൂലി സമ്പ്രദായം നടക്കുകയാണ്. അതിനെതിരെ സംസാരിച്ചേ പറ്റൂ, പറഞ്ഞേ പറ്റൂ. ഇന്ന് സ്വപ്നയുടെ കസ്റ്റഡി അപേക്ഷ ഇന്ന് പരിഗണിക്കുന്നു. പക്ഷേ സ്വപ്നയുടെ ഈ പറയുന്ന കൈക്കൂലിയെക്കുറിച്ച് പത്രക്കാരെല്ലാം പറയുന്നല്ലോ. അന്ന് PP ദിവ്യ പറഞ്ഞതും ഇത് തന്നെയാണ് PP ദിവ്യ എന്ന് പറഞ്ഞത്.